Now we are at the second part of this chapter, derivatives. Firstly, we are searching for the definition for derivatives. Okay. You can take a function f of x, a real valued function. What is real valued function? It is a function whose range is a set of real numbers or its subsets. Okay. ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് റിയൽ നമ്പർ സെറ്റാണോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സെറ്റ് ആണോ എങ്കിൽ ആ ഫംഗ്ഷൻ എന്താ പറയുക, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. സോ യു ടേക്ക് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് എച്ച് ബി എ വെരി സ്മോൾ ക്വാണ്ടിറ്റി. ഇപ്പോൾ എച്ച് എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ എടുക്കാം. ഏതൊക്കെ നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ എടുത്തു. എച്ച് ബി എ വെരി small quantity or a number. That A is a point from its domain. The functional domain x ന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ, വൈക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് റേഞ്ച് അല്ലേ. സോ ലെറ്റ് എ ബി എനി പോയിന്റ് ഫ്രം ഇറ്റ്സ് ഡൊമൈൻ. നമ്മുടെ ഡൊമൈനിലുള്ള ഏതോ നമ്പറാണ് എ. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് എ, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് എ, അതിനെ നമ്മൾ പറയാം എഫ് ഡാഷ് എ എന്ന് പറയും. എഫ് മോഡൽ ഡാഷ് എ. വാട്ട് ഇസ് എഫ് ഡാഷ് എ? ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് എ. ഇതാണ് അതിൻ്റെ റിസൾട്ട്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. വാട്ട് ഇസ് എച്ച്? എച്ച് ഇസ് എ വെരി സ്മോൾ പോസിറ്റീവ് നമ്പർ and this number is approaching to 0. ഈ നമ്പർ 0ലേക്ക് അത്ര ചെറുതാവുന്നു. അപ്പോൾ ചെറിയൊരു പാർട്ട് നമ്മൾ എടുക്കുവാണ്, വളരെ ചെറിയൊരു പാർട്ട് എടുക്കുവാണ്. ആ പാർട്ട് 0യുടെ അത്രയും ചെറുതാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. We have f of x is a function and x is replaced by f of x is replaced by a plus h. Then f of a plus h. f of a plus h is the increment in the function f of x. f of x ൽ ചെറിയ ഇൻക്രിമെൻറ്റ് കൊടുക്കലാണ്. ഇപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ പോസിറ്റീവ് നമ്പർ കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസിനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറയുന്ന ഒരു ചെറിയ സാധനം, എഫ് ഓഫ് എ അതിനേക്കാളും ചെറിയ സാധനം, അത് തമ്മിലുള്ള ഡിഫറൻസിനെ ചെറിയൊരു സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ എക്സ്പ്രഷനാണ് പറയാൻ നമ്മൾ എഫ് ഡാഷ് എ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ റിസൾട്ട് പഠിച്ചു നോക്കും. വാട്ട് ഇസ് എഫ് ഡാഷ് എ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് എ. എഫ് ഡാഷ് എ ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. Then let us move several questions. Find the derivative at x equal to 2 of the function f of x equal to 3x. We have f dash a is equal to 1, limit h tends to 0, f of a plus h minus f of a divided by h. What is f of x here? 3x. f of x equal to 3x. Then what is f of a plus h? Limit h tends to 0, f of a plus h is what is a? 2 plus h minus f of a f of 2 divided by h. അപ്പോൾ എക്ക് പകരം 2 കൊടുക്കാം. എക്സ് ഈക്വൽ ടു എ ഓർ എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്ക് പകരം 2 കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ. വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? 3x. വാട്ട് ഇസ് എഫ് ഓഫ് കെ? 3k. വാട്ട് ഇസ് എഫ് ഓഫ് ഡബ്ല്യു? 3w. വാട്ട് ഇസ് എഫ് ഓഫ് 2 പ്ലസ് എച്ച്? 3 ഇൻറ്റു 2 പ്ലസ് എച്ച്. ഓക്കെ. ആ എക്സ് മാറ്റി 2 പ്ലസ് എച്ച് കൊടുക്കുമ്പോൾ 2 പ്ലസ് എച്ച് കൊടുത്തു. 3 ഇൻറ്റു 2 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡ് ബൈ എച്ച്. What is f of 2? f of x equal to 3x. f of 2 is equal to 3 into that is 6. Expand here. 3 into 6. 6 plus 3h. 6 plus 3h minus f of 2 6 ആണ്. 6 plus 3h minus 6 by h. 6 and 6 cancelled. 3h by h. h can again be cancelled. So limit h tends to 0, 3. What is limit h tends to 0, 3? 3 then because 3 is a constant. So answer is 3. So derivative of the function f of x equal to 3x at the point 2 is what? 3.
Okay. Find the derivative of x square minus 2 at x equal to 10. The same procedure. We have the formula f dash a equal to limit h tends to 0, f of a plus h minus f of a divided by h. Here a is what? 10. So limit h tends to 0, f of 10 plus h minus f of 10 divided by h. Limit h tends to 0, what is f of 10 plus h? F of x equal to x square minus 2. F of 10 plus h is equal to 10 plus h whole square minus 2. 10 plus h whole square minus 2. F of 10, f of 10 means 10 square minus 2. F of x equal to x square minus 2. F of 10 is 10 square minus 2 is 98. Divided by h. This is a plus b all square. A square plus 2ab plus b square. Then this is minus 100 divided by h. 100 minus 100 cancelled. 2h plus h square. Sorry, 20h plus h square by h. H is taken outside. 20 plus h. H cancelled. ഇങ്ങനെ എപ്പോഴും h cancel ആയി പോകും. So limit h tends to 0, 20 plus h, then h can be 0. So 20 plus h, 20 plus 0, so answer is 20. So this is the derivative of the function f of x equal to x square minus 2 at the point x equal to 10. Find the derivative of 99x at x equal to 100. Here f of x is equal to 99x. Okay. Formula apply ചെയ്യുക. അപ്പോൾ f of a plus h എന്ന് പറയുമ്പോൾ 100 plus h minus f of 100 divided by h. f of x is equal to 99x ആണ്. f of 100 plus h എന്ന് പറയുമ്പോൾ 99 into 100 plus h minus 900 9900 f of 100 എന്ന് പറയുമ്പോൾ 99 into 100 ആണ്. That is അങ്ങനെ കൊടുക്കാം. അപ്പോൾ 99 into 100 9900 plus 99 into h minus 9900. ഇത് കട്ടായി 99h by h. h can be cancelled. So answer is 99. Okay. Note. We have what is a derivative of the function f of x at x equal to a. F dash a is equal to limit h tends to 0. F of a plus h minus f of a divided by h. So at the point x equal to a. അതാണ് a എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ. ഇനി a എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തിട്ടില്ല. We can generalize as x itself. Then what? F dash x. A ക്ക് പകരം x എന്ന് കൊടുക്കാം. ജനറൽ കേസ് ആണ്. X can be any value from the domain. F dash x equal to limit h tends to 0. F of x plus h minus f of x divided by h എന്ന് വരും. A മാറ്റി ജനറൽ കേസിൽ x എന്ന് കൊടുത്താറ്. അപ്പോൾ ഡെറിവേറ്റീവ് പുതിയൊരു ഫോർമുല കിട്ടി. പുതിയ ഫോർമുല അല്ല, ജനറൽ ഫോർമുല. And this expression or this is called as derivatives from first principle എന്ന് പറയും. ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉള്ള ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണത്. നേരത്തെ ചെയ്താൽ എ മാറ്റി എക്സ് എന്ന് അപ്ലൈ ചെയ്താൽ മതി. സോ വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? ലിമിറ്റ് h tends to 0, f of x plus h minus f of x divided by h. എന്ന് നമുക്ക് പ്രോബ്ലംസ് ഇത് വെച്ച് ചെയ്യാം. ദിസ് എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് f of x with respect to x, where x is any point from the domain. അതിന് dy by dx എന്ന് പറയാം. dy by dx or d by dx of y എങ്ങനെയാണ് പറയാം. d by dx of y. Anyway, it is read as the derivative of y with respect to x. And the meaning f dash x equal to what? dy by dx or d by dx of y. Its meaning is what? Derivative of y. Numerator നോക്കണം. Derivative of y with respect to x. Okay. See an example. Find the derivative of f of x equal to x square from first principle. അപ്പോൾ ഇതാണ് ഫോർമുല. f dash x equal to limit h tends to 0, f of x plus h minus f of x divided by h. Limit h tends to 0. What is f of x? X square. F of k, k square. F of x plus h, x plus h all square minus f of x, x square divided by h. A plus b square, a square plus 2ab plus b square minus x square divided by ഇവിടെ h ഉണ്ട് h. x square cancelled. 2xh plus h square by h എന്നാവും. ഇത് h can be taken outside. So 2x plus h by h can be cancelled. എല്ലാ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2x plus h. When h tends to 0, 2 into 0 plus h. Sorry, h tends to 0. 2x plus 0. h is 0 കൊടുത്തു. So answer is 2x. So derivative of x square is what? 2x with respect to x. Find the derivative of f of x equal to sin x with respect to x from first principle.
അപ്പോൾ അതേപോലെ തന്നെ ഫോർമുല എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0, വാട്ട് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്? എഫ് ഓഫ് എക്സ് സൈൻ എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ് പ്ലസ് എച്ച് minus f of x sin x divided by h. From trigonometry chapter we have sin c minus sin d. Sin c means x plus h minus sin d means x. What is sin c minus sin d? 2 cos c plus d by 2 sin c minus d by 2. Apply. Limit h tends to 0, 2 cos c plus d by 2 sin c minus d by 2 divided by h. That's limit h tends to 0, 2 cos x plus x 2x plus h by 2 x cancel sin h by 2 whole divided by h. Whole divided by h ന് പകരം ഒരു സൈഡ് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ 3 into 4 whole divided by 2, that is 3 into 4 12, 12 by 2 equal to 6. അതിനെങ്ങനെ പറയാം? 3 into 4 by 2, 4 മാത്രം by 2 കൊടുത്താൽ 3 into 4 by 2, 4 by 2 is 2, 3 into 6. അപ്പോൾ ഹോൾ ഡിവൈഡ് ബൈ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സൈഡ് കൊടുത്താൽ മതി, ഐദർ ദിസ് സൈഡ് ഓർ ദിസ് സൈഡ്. സോ ഐ എം പുട്ടിങ് എച്ച് ഹിയർ. ഓക്കെ, ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0, 2 cos 2x plus h by 2 into limit is shifting or limit is splitting for both the terms. ലിമിറ്റ് ഇതിന് കൊടുത്തു, ലിമിറ്റ് ഇപ്പുറത്ത് കൊടുത്തു. ലിമിറ്റ് എച്ച് ടെൻഡ്സ് ടു 0 sin h by 2 divided by h. 2 here limit is applying. h ന് 0 കൊടുത്താൽ 2 cos 2x plus 0 by 2 into limit h tends to 0 sin h by 2 divided by h. Okay, 2 cos 2x by 2 into limit h tends to 0 sin h by 2 divided by h. അങ്ങനെ എഴുതി. ഓക്കെ, 2 cos x കട്ടായി 2 cos x into limit h tends to 0 sin h by 2 by h. Here h tends to 0, അപ്പോൾ ഇത് h by 2 ആണല്ലോ, അപ്പോൾ ഇവിടെ sin h by 2 ഇത് h by 2 ആക്കണം, ഇവിടെ by 2 കൊടുക്കണം, അപ്പോൾ ഇവിടെ തന്നെ ഒരു ഇൻറ്റു 2 കൊടുക്കണം. അപ്പോൾ ഇവിടെ താഴെ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റ് h by 2 tends to 0. അങ്ങനെ h tends to 0 ആണെങ്കിൽ ഇവിടെ by 2 ഇടാം, ഇവിടെ by 2 ഇടാം. അപ്പോൾ ഇവിടെ നിന്നുള്ള ലിമിറ്റ് h by 2 tends to 0 sin h by 2 divided by h by 2, ഇവിടെ h by 2 ഉണ്ട്, ഇൻറ്റു 2 ഉണ്ട്, കാരണം ആ 2 ഇൻറ്റു കട്ടാവും, എവിടെ ഉണ്ടാവും. യെസ്, ദിസ് വൺ 2 cos x into limit h by 2 tends to 0 sin h by 2 divided by h by 2 into 2. സോ ഈ സ്റ്റെപ്പ് അപ്പുറത്തുണ്ട്, അപ്പോൾ ഇത് മതി, അത് വേണമെന്നില്ല. 2 cos x into ഇത് 1 മുകളിൽ 1 2, ഈ 2ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 by 2 ആണ് വരും, 1 by 2 ഔട്ട് സൈഡ് എടുത്തു. ലിമിറ്റ് h by 2 tends to 0 sin h by 2 divided by h by 2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ h by 2 ദിസ് ഇസ് 1. limit h by 2 tends to 0 sin h by 2 divided by h by 2 is 1. So 2 cos x into 1 by 2 into 1. So answer is 2 കട്ടായി, ആൻസർ is cos x. അപ്പം എന്താ ഫോർമുല കിട്ടിയപ്പം ഡെറിവേറ്റീവ് ഓഫ് sin x equal to cos x or d by dx of sin x equal to cos x. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. But derivative of sin x with respect to x equal to cos x. Similarly, we can find all other trigonometric functions. Find the derivative of f of x equal to cos x with respect to x from the first principle. Same procedure. Firstly, we are applying formula f dash x equal to limit h tends to 0 f of x plus h minus f of x divided by h. What is f of x plus h? f of x cos x. f of x plus h cos x plus h minus cos x divided by h. What is cos c minus cos d from trigonometry chapter? Cos c minus cos d is equal to minus 2 sin c plus d by 2 sin c minus d by 2. You can find this result from trigonometry chapter. That is minus 2 sin c plus d by 2 sin c minus d by 2. So x plus x 2x plus h by 2 s കട്ടായി h by 2. അത് അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ. ഓക്കെ, ലിമിറ്റ് h tends to 0 minus 2 sin 2x plus h by 2 sin h by 2 whole divided by h ഈ സൈഡ് കൊടുത്താൽ മതി. limit h tends to 0 minus 2 sin
2x plus h by 2 sin h by 2 by h. ഓക്കെ, എന്തായിപ്പോൾ ചെയ്തത്? ലിമിറ്റ് h → 0 minus 2 sin 2x plus h by 2. ലിമിറ്റ് ഈസ് സ്പ്ലിറ്റ് ഫോർ ബോത്ത് ടേംസ്. ലിമിറ്റ് ഇതിനും കൊടുത്തു, ലിമിറ്റ് ഇപ്പുറത്തും കൊടുത്തു. ഓക്കെ, യെസ്. -2 ലിമിറ്റ് ഇതിന് അപ്ലൈ ചെയ്യുക. -2 sin 2x plus 0 by 2. എച്ചിന് 0 കൊടുത്തു. ലിമിറ്റ് h → 0 sin h by 2 ഡിവൈഡ് ബൈ h. അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പുറം കൊണ്ടതുപോലെ ഇത് h by 2 ആക്കും, ഇവിടെ h by 2 ആക്കും. ഓക്കെ, ഇപ്പുറം കിട്ടിയത് -2 sin 2x plus 0 by 2. അപ്പോൾ 2x by 2 ആയി. അത് കട്ടായി. -2 sin x ആയി. ലിമിറ്റ് h by 2 → 0 sin h by 2 ഡിവൈഡ് ബൈ h by 2. അപ്പോൾ ഇത് h → 0 ഉള്ളത് h by 2 → 0 എന്ന് കൊടുക്കുക, പ്രശ്നമില്ല. ഇവിടെ h by 2 കൊടുക്കുമ്പോൾ 2 മൾട്ടിപ്പിൾ ചെയ്യണം. ദിസ് 2 കട്ടാവും അവസാനം. ഓക്കെ, അപ്പോൾ -2 sin x ഇൻറ്റു ലിമിറ്റ് h by 2 → 0 sin h by 2 by h by 2. ഇത് 1 by 2 വരും. ഓക്കെ, ഇത് 1 ആവും. ഈ 2 കട്ടായി. സോ -sin x ഇൻറ്റു 1, ദാറ്റ് ഇസ് -sin x. From here we have obtained d by ds of cos x equal to -sin x. That is derivative of cos x with respect to x is what? -sin x. Find the derivative of tan x with respect to x from the first principle. അപ്പോൾ അതുപോലെ തന്നെ f dash x equal to limit h → 0 f of x plus h minus f of x divided by h. Limit h → 0 tan x plus h minus tan x divided by h. That is f of x is equal to tan x. f of x plus h is equal to tan x plus h. What is tan? Sin by cos. So sin x plus h by cos x plus h minus tan x sin x by cos x divided by h. Then cross multiplication. Cos x plus h cos x, sin x plus h cos x minus cos x plus h sin x. അപ്പോൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, sin x plus h cos x മൈനസ് ഇങ്ങനെയും പറയാം, തിരിച്ചങ്ങോട്ടും പറയാം, cos x plus h sin x. ഓക്കെ, sin x plus h cos x minus cos x plus h sin x. This is a formula like sin a cos b minus cos a sin b. Sin a minus b equal to sin a cos b minus cos a sin b. ആ പാറ്റേണിൽ വന്നു. Sin a means x plus h, cos b means x. അപ്പം എന്താ പേര്? sin a minus b, sin a minus b. മോളത്തെ ഫുൾ ഇതുപോലെ മാറിക്കിട്ടി. ഡിവൈഡ് ബൈ cos x plus h cos x h. ലിമിറ്റ് h → 0. ഹിയർ x ക്യാൻസൽ ആയി, sin h മാത്രം. ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. ലിമിറ്റ് h → 0. നൗ sin h, ഈ h സൈനിന് മാത്രം അടിയിൽ കൊടുത്തു. sin h by h, ബാക്കിയുള്ളത് അങ്ങോട്ട് നീക്കി എഴുതി. അപ്പം മോൾ 1 ഉണ്ടാവും. 1 by cos x plus h cos x. യെസ്, ദിസ് വൺ. ലിമിറ്റ് സ്പ്ലിറ്റിംഗ്. ലിമിറ്റ് h → 0 sin h by h ഇൻറ്റു ലിമിറ്റ് h → 0 1 by cos x plus h cos x. അപ്പോൾ ഇത് 1 ആയി. h 0 കൊടുത്താൽ 1 by cos x plus 0 cos x. അപ്പോൾ cos x plus 0 cos x cos square x. 1 by cos square x means sec square x. Okay, so derivative of tan x equal to what? Sec square x. dy by tan x means sec square x. Find the derivative of cosec x with respect to x from the first principle. അപ്പോൾ അതേപോലെ തന്നെ പോവാം. ഫോർമുല അപ്ലൈ ചെയ്തു. cosec x plus h minus cosec x divided by h. ലിമിറ്റ് h → 0. What is cosec? 1 by sin. 1 by sin x plus h minus 1 by sin x divided by h. Cross multiplication. Sin x minus sin x plus h divided by sin x plus h sin x പിന്നെ ഈ h കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. sin c minus sin d formula, that is minus sin c minus sin d is what? 2 cos c plus d by 2 sin c minus d by 2 അപ്ലൈ ചെയ്തു. ഡിനോമിനേറ്റർ അങ്ങനെ വെച്ചു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നു. -h by h, റൈറ്റ്. ഓക്കെ, ലിമിറ്റ് h → 0 2 cos 2x plus h by 2. ലിമിറ്റ് ഷിഫ്റ്റിംഗ് ഓർ ലിമിറ്റ് ഈസ് സ്പ്ലിറ്റിംഗ്. ലിമിറ്റ് h → 0 sin -h by 2 ഡിവൈഡ് ബൈ h ഇതിന് മാത്രം കൊടുത്തത്. ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 2 cos 2x plus 0 by 2 ഡിവൈഡ് ബൈ sin x plus 0 sin x ഇൻറ്റു നമുക്കറിയാം സൈൻ മൈനസ് എന്ന് വെച്ചാൽ ഈ മൈനസിന് ഔട്ട് സൈഡ് എടുക്കാം. മൈനസ് ലിമിറ്റ് h → 0 sin h by 2 ഡിവൈഡ് ബൈ h ഉള്ളത് നേരത്തെ പോലെ by 2 ഒക്കെ കൊടുത്തു, ഇൻറ്റു 2 കൊടുത്തു. ഓക്കെ, 2 cos 2x by 2
sin x എന്ന് വരും minus limit h tends to 0 sin h by 2 this is 1 by 2 2 cos ഇത് x ആവും ഇത് sin x into minus limit h tends to 0 ഓക്കെ അപ്പോൾ ഇത് 1 ആയി by formula 1 by 2 ഈ 2 കട്ടായി സോ ഫൈനലി minus cos s divided by sin x ഒന്ന് അറേഞ്ച് ചെയ്യുന്നു minus 1 by sin x പിന്നെ cos by sin x സ്പ്ലിറ്റ് ചെയ്തു minus 1 by sin x cos x by sin x what is minus 1 by sin x cosec x minus cosec x is cot x so derivative of cosec x minus cosec x cot x find the derivative of sec x with respect to s from first principle formula apply ചെയ്തു ഇതൊക്കെ കൊടുത്തു then sec means 1 by cos now this section cross multiplication okay cos c minus cos d formula minus 2 sin c plus d by 2 sin c minus d by 2 denominator same and minus 2 sin x plus x 2x okay the step is okay x kattai then minus h okay limit h tends to 0 minus 2 sin 2x plus h by 2 and limit is splitting then h by 2 apply ചെയ്തു okay minus 2 sin 2x by 2 means x cos x okay minus limit h by 2 tends to 0 ഈ മൈനസ് പുറത്തേക്ക് എടുത്താണിത് this is 1 okay 2 and 2 cancelled ആയി അപ്പോൾ sin x divided by cos x finally this can be arranged 1 by cos x into sin x by cos x 1 by cos x means sec x sin x by cos x tan x so d by ds of sec x equal to sec x tan x similar to cot x by our formula f dash x is equal to limit h tends to 0 f of x plus h minus f of x divided by h അപ്പോൾ cot x plus h minus cot x divided by h cot means cos x by sin x അങ്ങനെ കൊടുത്തു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ sin a cos b minus cos a sin b അപ്പോൾ sin a minus b ഫോർമുല അപ്ലൈ ചെയ്തു മുമ്പ് ചെയ്ത പോലെ ഡിനോമിനേറ്റർ സെയിം സോ എക്സ് കട്ടായി sin minus h divided by sin x plus h sin x h limit h tends to 0 1 by sin x plus h sin x പിന്നെ ലിമിറ്റ് h tends to 0 sin minus h by h ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തു ഇപ്പോൾ 1 by sin x plus 0 sin x h-ന് 0 അപ്ലൈ ചെയ്തു ഈ ലിമിറ്റ് അപ്ലൈ ചെയ്തു ഇത് അതുപോലെ വെച്ചു ലിമിറ്റ് h tends to 0 sin minus h by h ദിസ് മൈനസ് ക്യാൻ ബി ടേക്കൻ ഔട്ട് സൈഡ് അപ്പോൾ ഇത് 1 ആവും മൈനസ് 1 ഉണ്ട് 1 by sin x into minus 1 that is minus 1 by sin square x that is minus cosec square x so d by ds of cot x equal to minus cosec square x now we have obtained several results trigonometric functions 6 results are there the d by ds of sin x is equal to cot x cos x d by ds of cos x equal to minus sin x d by ds of tan x equal to sec square x d by ds of cosec x equal to minus cosec x cot x d by ds of sec x equal to sec x tan x d by ds of cot x equal to minus cosec square x ഇത്രയും നമ്മൾ പ്രൂവ് ചെയ്തു ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ അപ്പോൾ അതിൻ്റെ പ്രൂഫൊക്കെ പഠിച്ചു വെക്കണം റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യണം സം മോർ ജനറൽ റിസൾട്ട്സ് ഇതൊക്കെ ബൈ ഹാർട്ട് ആക്കുക ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് 0 ആയിരിക്കും ഫോർ എക്സാമ്പിൾ d by ds of 100 0 ബിക്കോസ് കോൺസ്റ്റൻറ്റ് 0 ആയിരിക്കും ഡെറിവേറ്റീവ് ഓഫ് എക്സ് അത് 1 ആയിരിക്കും ഡി എക്സ് ബൈ ഡി എസ് നമുക്കറിയാം കട്ടായി 1 ആവും d by ds of x raised to n ഇതിൻ്റെ ആൻസർ n into x raised to n minus 1 നേരത്തെ നമ്മൾ ലിമിറ്റിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a അത് n into a raised to n minus 1 എന്നാണ് ഇപ്പോൾ മാറ്റമുണ്ട് d by ds of x raised to n is what n into x raised to n minus 1 similarly d by ds of 1 by x equal to minus 1 by x square d by ds of root x equal to 1 by 2 root x d by ds of logarithm log x equal to 1 by x d by ds of e raised to x exponential function എന്ന് പറയാം തൽക്കാലം ഇത്ര മാത്രം കേട്ട് നോക്കുക d by ds of e raised to x equal to e raised to x തന്നെ അപ്പോൾ e raised to xൻ്റെ ഡിഫറൻസിയേഷൻ ഡെറിവേറ്റീവ്സ് ബട്ട് ഈ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറയും d by ds of e raised to x തന്നെയാണ് d by ds of a raised to x അത് a raised to x log അതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ പഠിക്കാം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് d by ds of f of x plus g of x
അതേപോലെ ഡെറിവേറ്റീവ് സ്പ്ലിറ്റ് ആക്കാതെ കാണിക്കുന്നത് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എസ് ഓഫ് ജി ഓഫ് എക്സ്. ഈ മൈനസ് ആകുമ്പോൾ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ മാറ്റമുണ്ട്. ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, അതിൽ മാറ്റമുണ്ട് ഫോർമുല. സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ്. അതിൻ്റെ ഡിവിഷൻ വരുമ്പോൾ കോഷ്യൻ്റ്, കോഷ്യൻ്റ് റൂൾ എന്ന് അതിൻ്റെ പേര്, കോഷ്യൻ്റ് QUOTIENT, കോഷ്യൻ്റ് റൂൾ. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു, സ്റ്റാർട്ട് ചെയ്യേണ്ട ജി ഓഫ് എക്സ് ആണ്, ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ഫോമുല ഇമ്പോർട്ടൻറ്റ്. ഇത് സിമ്പിൾ ഡി ബൈ ഡി എസ് ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇപ്പോൾ കെ ഇസ് എ കോൺസ്റ്റൻറ്റ്, അപ്പോൾ കെനെ ഔട്ട് സൈഡ് എടുക്കാം, കെ ഇൻറ്റു ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എക്സ്. സോ ദീസ് റിസൾട്ട്സ് ആർ ലേൺ ടു ബി ബൈ ഹാർട്ട്. There are several questions on the basis of this result. Find dy by dx if y equal to x minus 1 into x minus 2. Okay, x minus 1 into x minus 2. That is f of x into g of x. Okay, f of x is x minus 1, g of x is x minus 2. Taking y is equal to x minus 1 into x minus 2. Taking d by dx on both sides. What is d by dx? D by dx of y, that is derivative of y with respect to x. Then same method on the right side, d by dx of x minus 1 into x minus 2. That is apply d by dx on both the left and right sides. Okay. Then what is this? D by dx of f of x into g of x. That is f of x into d by dx of g of x plus g of x into d by dx of f of x. This result. This one. F of x into d by dx of g of x plus g of x into d by dx of f of x. Okay, then x minus 1 into, what is d by dx of x minus 2? F of x minus g of x. അപ്പോൾ d by dx x ന് കൊടുക്കുക മൈനസ് d by dx 2 ന് കൊടുക്കുക. ഇങ്ങനെ d by dx of x minus d by dx of 2. ബ്രാക്കറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ f of x minus g of ഇത് അപ്ലൈ ചെയ്ത്. ഓക്കെ, okay, very simple. D by dx of x minus d by dx of 2. Similarly, plus x minus 2 into d by dx of x minus d by dx of 1. Okay. X minus 1 into, what is d by dx of x? That is 1. Here, 1. 1 minus d by dx of 2. 2 is a constant. What is d by dx of constant? 0. Plus 0 I plus x minus 2 into d by dx of x 1 minus d by dx of 1 constant 0. ബാക്കി സിമ്പിളായി എക്സ് മൈനസ് 1 ഇത് 1 ആയി, എക്സ് മൈനസ് 2 ഇത് 1 ആയി. സോ എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 2, എക്സ് പ്ലസ് എക്സ് 2x, മൈനസ് 1 മൈനസ് 2 മൈനസ് 3. സോ ദിസ് ഇസ് ദ ആൻസർ. സിമിലർലി ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്. സോ വി ഹാവ് ടു അപ്ലൈ ദിസ് ഫോർമുല. ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. So g of x into x minus 1 into d by dx of x plus 1 minus x plus 1 into d by dx of x minus 1 divided by g of x whole square. Formula apply do x minus 1 into d by dx of x plus d by dx of 1. Formula apply do minus x plus 1 into d by dx of x minus d by dx of 1. Formula apply do ബാക്കിയുള്ള സെയിം. x minus 1 into ഇത് 1 ആയി, d by dx of x 1 ഇത് 0 minus x plus 1 into 1 minus 0. Okay, so x plus 1 into 1 minus x plus 1 into 1 divided by x minus 1 whole square. That's x minus 1 minus x plus 1 into 1, that is x plus 1 divided by x minus 1 whole square. Simplifications, finally we got minus 2 divided by x minus 1 whole square. Find the derivative of 2x plus 3 divided by x minus 2. Again quotient rule. Okay, g of x into, that is x minus 2 d by dx of 2x plus 3 minus 2x plus 3 d by dx of x minus 2 divided by x minus 2 whole square. Formula apply do, that is x minus 2 into d by dx of 2s plus d by dx of 3
minus 2s plus 3 into d by ds of x minus d by ds of 2 all divided by s minus 2 all square. X minus 2 into d by ds of 2x, d by ds of kx. What is d by ds of kx? K is taken outside. So here d by ds of 2s, here kx, k is taken outside. So 2 can be taken outside. 2 into d by ds of x plus 3 into 0i minus 2s plus 3 into the 1 minus 0i divided by s minus 2 all square. X minus 2 into 2 into the 1i plus 0 minus 2s plus 3. Okay. X minus 2 into 2 in 1, 2 plus 0 minus, right. And on simplification we got minus 7 divided by x minus 2 whole square. Find dy by ds if y is equal to sin x cos x. Here f of x into g of x formula is f of x into d by ds of g of x plus g of x into d by ds of f of x. It is sin x into d by ds of cos x plus cos x into d by ds of sin x. Sin x into what is d by ds of cos x minus sin x formula. Cos x into d by ds of sin x, d by ds of sin x is equal to cos x. So minus sin square x plus cos square x. ഒരു സ്റ്റൈലിന് വേണ്ടി ആദ്യം cos square x എഴുതാം, പിന്നെ minus sin square x എഴുതാം. Cos square x minus sin square x is a result from trigonometry chapter which is about cos 2x. Find the derivative of 2x minus 3 by 4 with respect to x. Let us take it as y. Y is equal to 2x minus 3 by 4. Then take d by ds on both sides. D by ds of y is equal to d by ds of 2x minus 3 by 4. It is f of x minus g of x. But d by ds of 2x minus d by ds of 3 by 4. 2 is taken outside. D by d 2 into d by ds of x minus ഇത് കോൺസ്റ്റന്റ് ആയിട്ട് 0. 2 into 1 minus 2 into 1 minus 0 is 2. Find dy by dx if y is equal to 5 sin x minus 6 cos x plus 7. Take d by ds on both sides. D by ds of 5 sin x minus 6 cos x plus 7. So d by ds of 5 sin x minus d by ds of 6 cos x plus d by ds of 7 or d by ds split ചെയ്ത് കൊടുത്തു. Here 5 is taken outside. D by ds of sin x minus 6 into d by ds of cos x plus ഇത് 0 constant. 5 into d by ds of sin x cos x minus 6 into d by ds of cos x minus sin x plus 0. One answer. Find dy by ds if y is equal to x raised to minus 3 into 5 plus 3x. Okay. Taken d by ds on both sides. D by ds of x raised to minus 3 into 5 plus 3x. F of x into g of x. Okay. F of x into d by ds of this one plus g of x into d by ds of f of x. Formula apply though. X raised to minus 3 into the split here. D by ds of 5 plus d by ds of 3x plus here 5 plus 3x into the x raised to minus 3 into the constant 0. 3 is taken outside. 3 into d by ds of x, that is 3. Okay, plus 5 plus 3x into d by ds of x raised to n formula. What is x raised to n? X raised to n n into x raised to n minus 1. So that formula can be applied here. N into x raised to n minus 1. So minus 3 into x raised to minus 3 minus 1. X raised to minus 3 into the 0. Okay, 3 into the 1i plus 5 plus 3x into minus 3 x raised to minus 4 varum. Then x raised to minus 3 into 3 minus e minus m plus minus I. 5 plus 3x into 3x raised to minus 4. What is x raised to minus 3? Divided by x raised to 3. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ മൈനസ് അങ്ങ് പോകും. അതുപോലെ കൂടി 5 plus 3x into 3 by x raised to 4. അപ്പോൾ x raised to minus 4 മൈനസ് കട്ടായി. This is answer. Then some special functions. Find the derivative of sin 2x plus 3 with respect to x. ഇതിലെന്താ ചേഞ്ച് എന്ന് വെച്ചാൽ we have learned that d by ds of sin x equal to cos x. പക്ഷേ ഇവിടെ sin x എന്നല്ല ഉള്ളത് sin 2x plus 3. That is the difference. d by ds of sin 2x plus 3. So d by ds of sin x equal to cos x. ആ പാറ്റേണിലാണെങ്കിൽ d by ds of sin 2x plus 3 equal to cos 2x plus 3 എന്ന് വരും. But there is a change. Instead of sin x, instead of x, there is 2x plus 3. So this is a change. So derivative of 2x plus 3 is to be applied again.
ഡി ബൈ ഡി എസ് ഓഫ് 2x+3 ഒന്നും കൂടെ ഇവിടെ കൊടുക്കണം. അതാണ് ചേഞ്ച്. അതായത് ഡി ബൈ ഡി എസ് ഓഫ് സൈൻ എക്സിൻ്റെ ശരിക്കുള്ള ഫോം എന്താണെന്ന് വെച്ചാൽ ഡി ബൈ ഡി എസ് ഓഫ് സൈൻ എക്സ് ഇസ് ഇക്വൽ ടു കോസ് എക്സ് ഇൻറ്റു 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. കോസ് എക്സ് ഇൻറ്റു 1. വാട്ട് ഇസ് 1? ഡി എക്സ് ബൈ ഡി എക്സ് ഓർ ഡി ബൈ ഡി എസ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എസ് ഓഫ് എക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതാണ് ഇവിടെ കൊടുത്തത്. ഡി ബൈ ഡി എസ് ഓഫ് എക്സിന് പകരം ഇവിടെ ആരുള്ളത് 2x+3. അപ്പോൾ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ 2x+3 ആണ് കാണുന്നുണ്ടെങ്കിൽ ഫോർമുല പോലെയാണെങ്കിൽ കോസ് എക്സിന് പകരം കോസ് 2x+3. ദെൻ ദിസ് ബ്രാക്കറ്റ് ഈസ് ടു ബി ഫൗണ്ട് ഔട്ട് അഗെയിൻ ഡി ബൈ ഡി എസ് ഓഫ് 2x+3. അത്രേ നോക്കാനുള്ളൂ. സോ കോസ് 2x+3 ഇൻറ്റു ഇത് ഡി ബൈ ഡി എസ് ഓഫ് 2x പ്ലസ് ഡി ബൈ 3 സ്പ്ലിറ്റ് ചെയ്യണം. കോസ് 2x+3 ഇൻറ്റു 2 is taken outside, 2 into d by d of x plus 0, constant is 0 ആണ്. So answer is 1. 2 into the 1 now, 2 can be taken outside, 2 into cos 2x+3. One more question. Find dy by ds if y is equal to root of 5x plus 7. We have d by ds of root x equal to 1 by 2 root x. But d by ds of root of 5x plus 7 means root x 7 1 by 2 root x. For root of 5x plus 7 angle 1 by 2 root 5x plus 7. But there is a change. അതിനൊന്നുകൂടെ കാണണം. d by ds of 5x plus 7. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇത് ഒന്നുകൂടെ കാണണം. ഓക്കെ. 1 by 2 root of 5x plus 7 into d by ds of 5x plus d by ds of 7. ബാക്കിയുള്ള സെയിം ആണ്. So finally answer is this one. Last question. Find dy by dx if y is equal to e raised to 5x. d by ds of e raised to x is equal to e raised to x is the formula. d by ds of e raised to 5. e raised to x ആണെങ്കിൽ e raised to x എന്ന്. അപ്പോൾ e raised to 5x ആണെങ്കിൽ e raised to 5x എന്ന്. എന്നിട്ട് d by ds of 5x എന്ന് പറയുന്നത്. e raised to 5x into 5 is taken outside, 5 into d by ds of x. So e raised to 5x into 5. So 5 e raised to 5x is the answer. So that is all about this chapter. Very important chapter. So its another applications or extension of this chapter can be learned from +2 classes. Okay. So we can stop this chapter here. We will meet again. Okay. Thank you.